GTA 6 2025 റിലീസാവും. ആവുമെങ്കിൽ തന്നെ അതിൻ്റെ സെക്കൻഡ് ട്രെയിലർ എവിടെ? GTA 6 2025 റിലീസാവുന്നുള്ളൊരു കൺഫർമേഷൻ നമുക്ക് കിട്ടിയത് അതിൻ്റെ 2023 റിലീസായ സിനിമാറ്റിക് ട്രെയിലർ വഴി തന്നെയാണ്. അതിനുശേഷം ഇതെങ്ങനെ ഡിലേ ആയി എന്നുള്ള റൂമേഴ്സ് ഒന്നും അതിന് കാരണവും നമ്മളെ റോക്ക് സ്റ്റാർ തന്നെയാണ്. കാരണം 2023 ട്രെയിലർ റിലീസ് ചെയ്തതിന് ശേഷം അവർ വേറെ ഒരു ട്രെയിലർ റിലീസ് ചെയ്തിട്ടില്ല. അതായത് സെക്കൻഡ് ട്രെയിലറോ ഗെയിം പ്ലേ ട്രെയിലറോ ഒന്നും റിലീസ് ചെയ്തിട്ടില്ല. സാധാരണ അത് വരേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എന്നാണ് കമ്മ്യൂണിറ്റി പറയുന്നത്, GTA 6 കമ്മ്യൂണിറ്റി പറയുന്നത്. അതിന് കാരണം GTA 5 റിലീസാക്കിയ സമയത്തും അവരാദ്യം ഒരു ട്രെയിലർ ഇട്ടു, പിന്നെ ഒരു വർഷം ആയപ്പോഴത്തേക്കും രണ്ടാമത്തെ ട്രെയിലർ ഇട്ടു. അങ്ങനെയാണ് മാർക്കറ്റിൽ പോയിക്കൊണ്ടിരുന്നത്. GTA 6 കേസ് പറയുകയാണെങ്കിൽ അവരങ്ങനെ ട്രെയിലർ പ്രൊവൈഡ് ചെയ്യുമെന്നാണ് എല്ലാവരും വിചാരിച്ചിരുന്നത്. ബട്ട് അത് നടന്നിട്ടില്ല. പിന്നെ വന്നൊരു റൂമർ എന്ന് പറയുന്നത് GTA 6 സെക്കൻഡ് ട്രെയിലർ 2024 ഡിസംബർ 27 റിലീസാവും. അന്ന് ഫാൻസ് ഒക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷെ അന്ന് നമുക്ക് റോക്ക് സ്റ്റാർ തന്നത് ഇതാണ്. പിന്നെയുള്ളൊരു കൺസേൺ എന്ന് പറയുന്നത് 2025 തന്നെയാണ് മാഫിയ ദി ഓൾഡ് കൺട്രി എന്ന് പറയുന്ന ഗെയിമിൻ്റെ റിലീസ്. ബട്ട് മാഫിയ ദി ഓൾഡ് കൺട്രി 2025 റിലീസ് ചെയ്ത GTA 6 എന്താ കുഴപ്പം? മാഫിയ എന്ന് പറയുന്ന ഗെയിം സീരീസ് ഓൺ ചെയ്തിരിക്കുന്നത് 2K, ഗ്രാൻഡ് തെഫ്റ്റ് ഓട്ടോ ഓൺ ചെയ്തിരിക്കുന്നത് റോക്ക് സ്റ്റാർ ആണ്. ബട്ട് ഇവർ തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുമ്പോൾ രണ്ടുപേരുടെയും പാരന്റ് കമ്പനി Take-Two Interactive എന്ന് പറയുന്ന കമ്പനിയാണ്. അപ്പം ഒരു വർഷം തന്നെ അവരുടെ 2 ഗെയിംസ് റിലീസാകുമ്പം പ്രോഫിറ്റിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവില്ലേ. ആ ഒരു റൂമർ വെച്ചിട്ട് ആളുകൾ പറയുന്നുണ്ട് GTA 6 2025 റിലീസ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ട് എല്ലാവരും കൺസേൺ ആയിക്കാണോ, അതായത് GTA 6 2025 റിലീസാവില്ലെന്ന്. ബട്ട് നമുക്ക് ഹോപ്പുണ്ട്. കാര്യം റോക്ക് സ്റ്റാർ ഒഫീഷ്യലി പറഞ്ഞിട്ടുണ്ട് 2025 അത് റിലീസാവുന്നു അവരുടെ ട്രെയിലർ വഴി. ഇത് ഡിലേ ആവുമെന്നുള്ള റൂമേഴ്സ് വരാൻ കാരണം റോക്ക് സ്റ്റാറിൻ്റെ സൈലൻസ് തന്നെയാണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. അപ്പോൾ ഇനി ഇതിൻ്റെ എന്തെങ്കിലും ഗെയിം പ്ലേ ട്രെയിലറോ എന്തെങ്കിലും 2025 തന്നെ റിലീസാവാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിൻ്റെയും ഒരു ഒഫീഷ്യൽ കൺഫർമേഷനോ ഒന്നും നമുക്കിപ്പോൾ പറയാൻ സാധിക്കില്ല. പിന്നെ ആകെ ഉള്ളൊരു ആശ്വാസം എന്ന് പറയുന്നത് Take-Two Interactive ഏർണിംഗ് കോൺഫറൻസ് കോൾ ഫെബ്രുവരി 7 നടക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ Take-Two Interactive നേരത്തെ ഹിസ്റ്ററി വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഏർണിംഗ് കോൾസിന് മുമ്പ് അവർ പല അനൗൺസ്മെൻറ്റ്സും നടത്താറുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ അവർക്ക് കുറച്ച് ഇൻവെസ്റ്റേഴ്സിനെ കിട്ടാനാണ്. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ കമ്പനിയാണ്, അവർക്ക് പൈസ തന്നെയാണ് പ്രധാനം. പിന്നീട് നമുക്ക് ഈ റിലീസ് ഡേറ്റ് കൺഫേം ചെയ്യാൻ ഒരു ചെറിയ കാരണം കിട്ടിയിട്ടുണ്ട്. കാരണം ലിങ്ക്ഡിനിൽ റോക്ക് സ്റ്റാർ ഗെയിംസിൻ്റെ ടാലന്റ് അക്വിസിഷൻ സ്പെഷ്യലിസ്റ്റ് ഒരു ജോബ് പോസ്റ്റിംഗ് ഇടയുണ്ടായി. അപ്പോൾ ലിങ്ക്ഡിൻ എന്താണെന്ന് അറിയാത്തവർക്ക് അതൊരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റാണ്. അതിൻ്റെ അത് നമുക്ക് ജോബ്സ് ഉണ്ടെങ്കിൽ അത് പോസ്റ്റ് ചെയ്യാം, ജോബ് സീക്കേഴ്സിന് അതുവഴി ജോബ് കണ്ടുപിടിക്കുകയും ചെയ്യാം. അതിലിട്ടൊരു പോസ്റ്റാണ്, അതായത് ഒന്നുമില്ല, ബേസിക്കലി അവിടെ കുറച്ച് ജോബ് വേക്കൻസീസ് ഉണ്ട് എന്ന് പറയുന്നൊരു പോസ്റ്റാണ്. അതിൽ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അവരിട്ടിരുന്ന പോസ്റ്ററാണ്. അതിൽ GTA 6 ഉണ്ടായിരുന്നു. ആ പോസ്റ്ററിൽ 2025 എന്നുള്ളൊരു റിലീസ് ഡേറ്റ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു ചെറിയ കാരണമാണ് നമുക്ക് റിലീസ് ഡേറ്റ് കൺഫേം ചെയ്യാൻ പറ്റിയത്. ആസ് ഓഫ് നൗ നമുക്കുള്ള ഒരു കൺഫർമേഷൻ അത് റോക്ക് സ്റ്റാറിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയ ട്രെയിലർ വഴി മാത്രമാണ്. വേറെ ഒന്നും റോക്ക് സ്റ്റാർ പറഞ്ഞിട്ടില്ല ഈ ഗെയിം 2025 റിലീസാകും. ബട്ട് ഐ റിയലി തിങ്ക് GTA 6 ഈ വർഷം തന്നെ റിലീസാവും, അതായത് 2025 തന്നെ റിലീസാവുമെന്നാണ്. കാരണം റോക്ക് സ്റ്റാർ നമുക്ക് ഒഫീഷ്യലി ഒരു ട്രെയിലർ വെച്ച് കൺഫർമേഷൻ തന്നിട്ടുണ്ട്. പിന്നെ ബാക്കി പറയുന്ന കാര്യങ്ങളെല്ലാം റൂമേഴ്സാണ്. സോ റൂമേഴ്സ് ഒന്നും എല്ലാം എപ്പോഴും ശരിയാവണമെന്നൊന്നുമില്ല. പിന്നെ റോക്ക് സ്റ്റാറിൻ്റെ കാര്യം നമുക്ക് ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അവർ GTA 5 യൂസ് ചെയ്ത മാർക്കറ്റിംഗ് സ്ട്രാറ്റജി തന്നെ GTA 6 യൂസ് ചെയ്യണമെന്നില്ല. അവർ ചിലപ്പോൾ ഗെയിം പ്ലേ ട്രെയിലറും അല്ലെങ്കിൽ ഗെയിമിൻ്റെ സെക്കൻഡ് ട്രെയിലറും ഒക്കെ 2025 തന്നെ റിലീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ അവർ ചിലപ്പോൾ ഒന്നും തന്നെ റിലീസ് ചെയ്യാതെ ചിലപ്പോൾ ഗെയിമും ഡയറക്റ്റ് റിലീസ് ചെയ്യാം. കാരണം ആ ഗെയിമിന് നല്ല ഹൈപ്പ് ഉണ്ട്, അത് എന്തായാലും മാർക്കറ്റ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ വാങ്ങിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ GTA 6 2025 തന്നെ റിലീസാവോ ഇല്ലയോ എന്നുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻ്റ് ആയിട്ട് ഇടുക. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ബോയ്സ്. അടുത്തൊരു വീഡിയോ കാണാം. ഗുഡ് ബൈ.